എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ വൈകുന്നേരം കഴിക്കാൻ വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നത് കിളിമീനില്ലേ, കിളിമീനിൻ്റെ ഫ്രൈയും പിന്നെ കാച്ചിൽ, നല്ല വെള്ളക്കാച്ചിലാണ്. വെള്ളക്കാച്ചിൽ പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ട്. അത് ഏകദേശം ഹാഫ് കുക്ക് ആയിട്ടുണ്ട്. അപ്പോൾ മീൻ വറുത്തെടുക്കാം, പിന്നെ ഒരു കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ ഇന്നത്തെ ഡിന്നർ നമുക്ക് മീൻ വറുത്തെടുത്താലോ. അപ്പം ഞാൻ മീനെല്ലാം രാവിലെ ഞാനത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, മസാലയെല്ലാം ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ ഇട്ടേക്കാം. അപ്പോൾ ആ വീഡിയോ പോയി കണ്ടിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം. ഓക്കെ. അപ്പോൾ ഇതാണ് കിളിമീൻ. ഇന്ന് ഞാൻ വാങ്ങിച്ചു വെച്ചിരുന്നതാണ് ഫ്രിഡ്ജിൽ. ചെറിയ കിളിമീനാണ് കേട്ടോ. പുറത്ത് ഫ്രൈ ചെയ്യാമെന്ന് ഓർത്തിട്ടാണ്. ഇത് ഞാൻ നന്നായിട്ട് ക്ലീൻ ചെയ്തെടുക്കട്ടെ. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വറുക്കാൻ പാകത്തിന് വരഞ്ഞെടുക്കാൻ പോവാണ്. ഇനി ഈ ഒരു ചട്ടിയിലോട്ട് ഞാൻ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി 1 സ്പൂൺ ഇട്ടിട്ടുണ്ട്. രണ്ട് സ്പൂൺ മുളക് പൊടിയാണ്, 2 ടീസ്പൂൺ മുളക് പൊടിയാണ്. നല്ല എരിവുള്ള മുളക് പൊടി തന്നെയാണ്, കളറും ഉണ്ട്. അതിനുശേഷം ഞാൻ ഉപ്പിട്ട് കൊടുത്തു. ഉപ്പ് ആവശ്യത്തിന് ചേർത്തിട്ടുണ്ട്. ഇത്രയും മീനുണ്ട്. അപ്പോൾ മീൻ നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കാൻ ഇനി കുറച്ച് വെള്ളം ഒഴിക്കുകയാണ് കേട്ടോ. വെള്ളം ഒഴിക്കുന്നതിൻ്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വെളുത്തുള്ളിയും ചേർത്ത് വെള്ളമായിട്ട് നന്നായിട്ട് തിരുമ്മിയെടുക്കുക. വെള്ളം ഒഴിക്കുന്ന കാരണം ഞാൻ പറഞ്ഞില്ലല്ലോ. വെള്ളം ഒഴിക്കുന്ന കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ഫ്രിഡ്ജിലോട്ട് കയറ്റി വെക്കാൻ പോകുമല്ലേ. ഇപ്പോൾ ഫ്രിഡ്ജ് ഇതിന് മീനിൻ്റെ മോയ്സ്ചർ വലിച്ചെടുക്കാതിരിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ച് കൂടുതൽ വെള്ളം നമ്മൾ ഒഴിച്ച് വെക്കണം. കാരണം നമ്മൾ വറുക്കുന്ന സമയമാകുമ്പോൾ എന്തായാലും ഇപ്പോൾ രാവിലെ എടുത്ത് വെച്ചാൽ ഞാൻ വൈകുന്നേരം ആയിരിക്കും ചിലപ്പോൾ വറുക്കുന്നത്. അപ്പോൾ വറുക്കുന്ന സമയമാകുമ്പോഴത്തേക്ക് ആവശ്യത്തിൽ മസാലയെല്ലാം പിടിച്ചിരുന്നോളൂ. ഇനി മീൻ അങ്ങോട്ട് ചേർത്ത് ഈ മസാലയിൽ നന്നായിട്ട് പുരട്ടിയെടുക്കുക. നന്നായിട്ട് വരഞ്ഞെടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഉള്ളിലോട്ടൊക്കെ ആ മസാല പിടിക്കാൻ വേണ്ടിയിട്ടുണ്ട്. വേറെ ഒന്നും ഞാൻ ചേർത്തിട്ടില്ല. വെളുത്തുള്ളിയും മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, കുറച്ച് വെള്ളം, ഇത്രയും ഒഴിച്ചു. ഇനി വിനീഗറൊക്കെ ഒഴിക്കുന്ന ആൾക്കാർക്ക് കുറച്ച് ഹാർഡായിട്ടുള്ള മത്സ്യമൊക്കെ ആണെങ്കിൽ കുറച്ച് ഒരു സോഫ്റ്റ് ആവാനായിട്ട് അങ്ങനെ ഒഴിക്കാം കേട്ടോ. ആവശ്യത്തിന് എണ്ണ ഞാൻ പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ആവശ്യമുള്ള എണ്ണ ഒഴിച്ച് കൊടുക്കുക. ഞാൻ ഒരുപാട് എണ്ണയൊന്നും, നോൺ സ്റ്റിക്ക് ആയതുകൊണ്ട് ഒരുപാട് എണ്ണ ഒന്നും ഇടുന്നില്ല, കുറച്ച് എണ്ണ. അപ്പോൾ കറിവേപ്പില, എണ്ണ ചൂടാകുമ്പോൾ കറിവേപ്പില ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് കഴുകി വൃത്തിയാക്കിയ കറിവേപ്പിലയാണ്. അപ്പോൾ വെള്ളത്തിൻ്റെ പൊട്ടലൊക്കെ ഉണ്ടാവും, എങ്കിലും കറിവേപ്പില ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒന്നാമത്തെ കാര്യം അരി പിടിക്കത്തില്ല. അപ്പം മീൻ ഫ്രൈ ആകുമ്പോഴത്തേക്ക് കറിവേപ്പിലയുടെ ടേസ്റ്റും ഏകദേശം എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അപ്പം ഇതിൻ്റെ പുറത്തോട്ട് വേണം നമ്മൾ ഈ ഒരു മീൻ വെച്ച് കൊടുക്കാൻ. നന്നായിട്ട് കഴുകി വൃത്തിയാക്കി മസാലയെല്ലാം പെരട്ടി രാവിലെ ഫ്രിഡ്ജിൽ കയറ്റി വെച്ചതാണ്. അത് ഓരോന്നായിട്ട് ഇട്ട് കൊടുക്കാം. ചെറിയ കിളിമീനാണ് കേട്ടോ. അപ്പം നമുക്ക് പെട്ടെന്ന് ഫ്രൈ ആയി കിട്ടും. ഇനി ചിലർക്കിങ്ങനെ നല്ല സോഫ്റ്റായിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നതായിരിക്കും ഇഷ്ടം. എനിക്ക് കുറച്ച് കരിമുരാന്ന് ഇങ്ങനെ കടിക്കാനായിട്ട് കിട്ടുന്ന രീതിയിൽ ഫ്രൈ ആണ് ഇഷ്ടം. കിളിമീൻ ആക്ച്വലി കറി ചെയ്ത് കൂട്ടിയിട്ടില്ല. ഇതാണ് ഫ്രൈ ആണ് ഏറ്റവും കൂടുതൽ വെക്കുന്നത്. കറിയൊക്കെ വെക്കുമ്പോഴത്തേക്ക് പൊടിഞ്ഞു പോകുന്നത്. ഞാൻ ഒരു വട്ടം ട്രൈ ചെയ്ത് നോക്കിയായിരുന്നു, അത് പൊടിഞ്ഞു പോയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഞാൻ വാങ്ങിക്കുമ്പോഴെപ്പോഴും ഞാൻ ഫ്രൈ ആണ് ചെയ്യാനെടുക്കുന്നത്. ഈ പാത്രത്തിൽ കൊള്ളാവുന്ന അത്രയും ഞാൻ വെച്ചിട്ടുണ്ട്. ഇനിയിപ്പം തീയൊരു സിമ്മിലായിരുന്നു ഇട്ടിരുന്നത്. ഇച്ചിരി കൂടെ തീ കൂട്ടി വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് ഇതിന് ഫ്രൈ ആകാൻ തുടങ്ങും. അപ്പം ഫ്രൈ ചെയ്യാം. ഇനിയിപ്പം അതവിടെ ഇരുന്ന് ഫ്രൈ ആകുമ്പോഴത്തേക്ക് കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. അപ്പോൾ കാച്ചിൽ പുഴുങ്ങാനായിട്ട് ഏകദേശം വെച്ചിട്ടുണ്ടല്ലോ. അപ്പോൾ ഹാഫ് കുക്കായിട്ട്
വരുന്നുണ്ട്. അത് വെന്തുകൊണ്ടിരിക്കുകയാണ്. ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനിയിപ്പോൾ ഞാൻ വെച്ചപ്പോഴത്തേക്കും ഉപ്പ് ചേർത്തില്ല. വെള്ളത്തിന് തിളവന്നതിന് ശേഷം വേണം ഉപ്പ് ചേർക്കാനായിട്ട്. അപ്പം ആവശ്യമുള്ള ഉപ്പ് ചേർത്താണ്. ചേർത്തു. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് കുറച്ചുകൂടെ വേകാനുണ്ട്. ആ ആവശ്യമായപ്പോഴത്തേക്ക് നമുക്ക് എന്ത് ചെയ്യാം? കാന്താരി ചമ്മന്തി ഉണ്ടാക്കാം. വെള്ള കാന്താരിയുടെ ചമ്മന്തി ഉണ്ടാക്കാം. കാന്താരി ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ വെള്ള കാന്താരി എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഒരു സവോള എടുത്തിട്ടുണ്ട്. ഇടിയലിലാണ് ഞാൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ സവോള ഞാനിതിൽ ചെറുതായിട്ട് നുറുക്കിയിടുന്നുണ്ട്, ഇടിക്കാനുള്ള പാകത്തിന് വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ അത്രയും ചെറുതായിട്ട് നുറുക്കിയിട്ടിട്ട് നന്നായിട്ട് ഇടിച്ച് എടുക്കാം. ഈ സവോള ഫുള്ള് ഇടിച്ച് കഴിഞ്ഞിട്ട് വേണം ഇനി മുളക് ഇടിച്ചെടുക്കാൻ. നന്നായിട്ട് ഇടിച്ചെടുത്തിട്ട് പാത്രത്തിൽ ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ വേണം മിക്സ് ചെയ്യാനായിട്ട്. അപ്പോൾ ആ വെളിച്ചെണ്ണയിലോട്ട് തന്നെയാണ് ഞാൻ സവാള ഒരു സ്പൂൺ വെച്ചിട്ട് കോരിയിടുകയാണ്. ഇനി ബാക്കിയുള്ള സവാള കൂടെ ഇടിച്ചെടുക്കാം. ഇങ്ങനെ കുനുകുന അരിഞ്ഞിടുമ്പോഴത്തേക്ക് നമുക്ക് പെട്ടെന്ന് തന്നെ ചതച്ചെടുക്കാമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് കുനുകുനാന്ന് അരിഞ്ഞിടുന്നത്. ഇതെല്ലാം നന്നായിട്ട് ഇടിച്ചു വന്നതിന് ശേഷമാണ് കാന്താരി മുളക് ഇടിക്കുന്നത്. അധികം എരിവില്ല കേട്ടോ കാന്താരിക്ക്, മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചതാണ്. കാച്ചിൽ പുഴുങ്ങിയതും ഇതുപോലെ കാന്താരി ചമ്മന്തിയും അത് ഭയങ്കര ഫേവറേറ്റ്. അതൊരു നല്ലൊരു കോമ്പിനേഷനാണ്. അപ്പോൾ നല്ല ടേസ്റ്റാണ്. എപ്പോഴും ഞാനിങ്ങനെ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. അപ്പോൾ ഇന്നിപ്പോൾ അത് വീഡിയോ എടുക്കാമെന്ന് വെച്ചു. ഞാൻ കുറച്ച് വലിയ മുളക് നോക്കിയിട്ട് ഒരു 5-6 എണ്ണം ഞാൻ എടുക്കുന്നുണ്ട് കേട്ടോ. അത്രയും മതിയാവും. ചില സമയങ്ങളിലൊക്കെ ഉണ്ടല്ലോ ഇങ്ങനെ ചോറിൻ്റെ കൂടെയൊക്കെ കഴിക്കാനായിട്ടും ഇത് ബെറ്ററായിട്ട് തോന്നുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇടിച്ചൊന്നും എടുക്കില്ല. ഞാൻ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് അരച്ച് അതിൻ്റെ കൂടെ വെളിച്ചെണ്ണയും വിനീഗറും ചേർത്തിട്ട് ഞാൻ ചോറിൻ്റെ കൂടെ കഴിക്കാറുണ്ട്. ചിലപ്പോൾ കപ്പ് വാങ്ങിക്കുന്ന സമയത്ത് ഇത് യൂസ്ഫുള്ളായിട്ട് വരുന്നുണ്ട്. ഈ ഒരു ചമ്മന്തി നല്ല നല്ല കോമ്പിനേഷനാണ്. മുളകെല്ലാം നന്നായിട്ട് ഒന്ന് അരച്ചെടുക്കുന്ന പരുവത്തിൽ വേണം കേട്ടോ. അത് മുളകായതുകൊണ്ട് ജസ്റ്റ് ഒന്ന് ചതയത്ത് മാത്രമേ ഉള്ളൂ. അപ്പം ഞാനത് കോരി ആ പാത്രത്തിലോട്ട് തന്നെ ഇട്ടിട്ട് വേണം ഇനി അതിലേക്ക് കോരി ഇട്ടതിന് ശേഷമാണ് ഉപ്പ് ചേർക്കുന്നത്. വേണ്ടവർക്ക് വിനീഗർ ചേർക്കാം കേട്ടോ. ഇതിപ്പോൾ ഞാൻ എന്തായാലും വിനീഗർ ചേർക്കുന്നില്ല. വേണമെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാം. ഇപ്പോൾ കല്ല് മാറ്റി വെച്ചു. ഇനി മുളകിൻ്റെ ആവശ്യം കഴിഞ്ഞു. ഇനിയിപ്പം എണ്ണ ആവശ്യത്തിന് ഇതിനകത്ത് ഞാൻ ചേർത്തിട്ടുണ്ട്. ഇനി വേണം എങ്കിൽ എണ്ണ ചേർക്കാം. കുറച്ചുകൂടെ ലൂസായിട്ടിരിക്കണമെങ്കിൽ വേണമെങ്കിൽ ചേർക്കാം. അതെല്ലാം ഇങ്ങനെ തന്നെ മതിയെങ്കിൽ ഓക്കെ. ഇനി ആവശ്യത്തിന് ഉപ്പ് ഞാൻ ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്. ആവശ്യത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കാം. അപ്പം നമ്മുടെ കാന്താരി ചമ്മന്തി ഇതാ റെഡി ആയിരിക്കുന്നു. ഇനി കാച്ചിൽ കൂട്ടി ചെയ്ത് കഴിച്ചാൽ മാത്രം മതി. ഓക്കെ. കാന്താരിയും സവോളയും ഇടിച്ച് കാന്താരി ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിപ്പോൾ ഈ കാച്ചിൽ വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ പാത്രത്തിലോട്ട് മാറ്റാൻ പോവുകയാണ്. ഞാൻ ഈ ഒരു കറി കൊണ്ടിട്ടാണ് മാറ്റുന്നത്. ഇത് എളുപ്പമാണ് മാറ്റാൻ, കുഴപ്പമില്ല. വെന്ത് നല്ല കുഴഞ്ഞിട്ടുണ്ട് കേട്ടോ. കിട്ടിയിട്ടുണ്ടല്ലോ.
കാച്ചിൽ നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇത് മാറ്റാം. ഇപ്പം വേറെ ഞാൻ ഫ്രൈ ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നത് അത് ഏകദേശം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ അത് പാത്രത്തിലോട്ട് മാറ്റാം. കുറച്ചിട്ട് വേണം മതി. കുറച്ചുകൂടെ മറിഞ്ഞ് അതിൻ്റെ ഒരു പാകമാകുമ്പോഴത്തേക്ക് കോരിയെടുക്കാം. അടുത്തത് വെച്ചിട്ട് വെക്കാം. ഇപ്പോൾ വറുത്തോണ്ടിരിക്കുന്നത് അടുത്തത് അതുപോലെ തന്നെ വെളുത്തുള്ളിയൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ ചേർക്കാം. അപ്പോൾ ഇതാണ് ഇന്നത്തെ എൻ്റെ കാച്ചിൽ പുഴുങ്ങിയത്. അതോടൊപ്പം കാന്താരി മുളക് ചമ്മന്തി ഉണ്ട്. അത് കൂടാതെ കിളിമീൻ ഫ്രൈ ചെയ്തത്. ഇതാണ് എൻ്റെ നൈറ്റ് ഫുഡ്. എങ്ങനെയുണ്ട്? കൊതിയൂടുന്നുണ്ടോ? കൊള്ളാമോ? അപ്പോൾ മീനെല്ലാം വറുത്ത് കഴിഞ്ഞിട്ടുണ്ട്. മുളക് ചമ്മന്തി ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനി കഴിക്കുന്ന പരിപാടിയിലോട്ട് പോകാം. അതിന് മുന്നേ ആദ്യമായിട്ടാണ് നിങ്ങളെൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, അതോടൊപ്പം ഷെയറും സപ്പോർട്ടും ചെയ്യുക. ഓക്കെ, അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോസുമായിട്ട് ഞാൻ വരും. വീണ്ടും കാണാം. അടുത്ത വീഡിയോ കാണുന്നവരെ ബൈ.